الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനും എന്നെയും നിങ്ങളെയും സദാ സമയവും വീക്ഷിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതവും നാം ഉണരുന്നത് പുതിയ പുതിയ നിയമങ്ങൾ നിർമ്മിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ്. സത്യവിശ്വാസികളായ നാം നിരന്തരമായി നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും വിശിഷ്യ മുസ്ലിം ഉമ്മത്തിനാകമാനം പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം, പുതിയ വാർത്തകൾ അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നവർക്ക് അവരുടേതായ നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ മുസ്ലിങ്ങളായ നാം എപ്രകാരമാവണം, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ നിലപാടുകൾ എന്നതിനെ കുറിച്ച് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോ പുതിയ പല വാദഗതികളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ ലിംഗ സമത്വം. ഇപ്പൊ ലിംഗസമത്വം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതിനേക്കാൾ ഒരുപാട് കൂടുതൽ മുന്നോട്ട് കടന്നുകൊണ്ട് ലിംഗരഹിത ഇടപെടൽ നിലപാടുകൾ അങ്ങനെയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മെ അപേക്ഷിച്ച് ഇതെല്ലാം അത്ഭുതമല്ല, വരേണ്ടതുണ്ട് ഇതിനേക്കാൾ അത്ഭുതം നിറഞ്ഞ വാർത്തകൾ. കാണേണ്ടതുണ്ട് നാം ഇതിനേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഇല്ല, അന്ത്യദിനം സംഭവിക്കുകയില്ല, ഹത്താ യതസാഫദു ഫി ത്വരീഖ്, അഥവാ ആളുകൾ വഴിയോരങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വരെ. ഏതുപോലെ? കഴുതകൾ അവർ ഇണചേരുന്നത് പോലെ. മനസ്സിലായി? അത്രമാത്രം അത്ഭുതങ്ങൾ കാണാനിരിക്കുന്നു, നടക്കാനിരിക്കുന്നു എന്ന് ചുരുക്കം. ഉടനെ അദ്ദേഹം ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിച്ചു, ഇന്ന ദാലിക ലകാഇനുൻ, പ്രവാചകരെ അത് സംഭവിക്കുമോ? ഖാല, അവിടുന്ന് പറഞ്ഞു, ലയകൂനന്ന, തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ബൈന യദൈ സാഅ യദ്ഖറു റിബ വസ്സിന വൽ ഖമർ, അഥവാ ഈ പലിശയും അതുപോലെ തന്നെ വ്യഭിചാരവും മദ്യപാനവുമെല്ലാം അന്ത്യനാളിന്റെ മുന്നോടിയായി അത് വ്യാപിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് അത്ഭുതപ്പെടാനിരിക്കുന്നു സഹോദരങ്ങൾ? ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാൻ വല്ലതുമുണ്ടോ? ഇല്ല, ഒന്നുമില്ല എന്ന് ചുരുക്കം. പ്രിയമുള്ളവരെ, എന്താണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യം? ഒരു പെണ്ണ് ആണിന്റെ വേഷം ധരിച്ചാൽ ലിംഗസമത്വമാകുമോ? അവർക്ക് പിന്നീട് ഒരു വേർതിരിവും ഉണ്ടാവില്ല. എവിടുന്നാ അത് സാധ്യമാകുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ആണിന്റെയും പെണ്ണിന്റെയും സൃഷ്ടിപ്പ് തന്നെ അപ്രകാരമാണ്, ഉയർത്തതാണ്. വലൈസ ദക്കറു കൽ ഉൻസ, സ്ത്രീ പുരുഷനെ പോലെയല്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സ്ത്രീ പുരുഷനെ പോലെയല്ല, ഒരിക്കലുമല്ലല്ലോ. സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ഹോർമോണുകൾ തന്നെ അല്ലെ, സ്ത്രീ പുരുഷ ഹോർമോണുകൾ എപ്രകാരമാണ് പഠിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് വ്യത്യസ്തങ്ങളുണ്ട്. സൃഷ്ടാവ് അപ്രകാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ശാരീരിക ഘടന തന്നെ വ്യത്യാസമാണ് ഒരുപാട്. പുരുഷനിൽ നിന്ന് സ്ത്രീ ഒട്ടനവധി കാര്യങ്ങളാൽ വേറിട്ട് നിൽക്കുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് തലങ്ങളിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, പ്രകൃതിപരമായി തന്നെ അന്യമാണ് ഈ വാദം. അതുകൊണ്ട് തന്നെ രണ്ട് ജെൻഡറുകൾ ഒരിക്കലും ഒരേപോലെ ആവുകയില്ല. അതാവണമെന്ന വാദം, ആ അപ്പിയറൻസ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കണമെന്ന ആ വാദമുണ്ടല്ലോ, ഒരുപക്ഷെ തോന്നിച്ചേക്കാം.
പക്ഷേ എവിടെ എത്താൻ ഒരുപോലെ സാധ്യമേ ഇല്ല. ഇങ്ങനെ ആവണമെന്ന് വാദിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് അപകടങ്ങളുണ്ട്, ഒട്ടനവധി അപകടങ്ങളുണ്ട്. അതിൽ ചിലത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് സൂറത്ത് ദാരിയാത്ത്, വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ വലഅല്ലകും തദക്കറൂൻ. എല്ലാ വർഗങ്ങളിൽ നിന്നും ഈ രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചു, സംവിധാനിച്ചു. ലഅല്ലകും യദക്കറൂൻ, ആലോചിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇണകളായിട്ടാണ് പടച്ചറപ്പ് സംവിധാനിച്ചിട്ടുള്ളത്. അത് വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ സൃഷ്ടി പ്രക്രിയയാണ്. എല്ലാം ഏതൊന്നിലേക്ക് നാം കൺപായിച്ചാലും അവിടങ്ങളിലെല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് ഇണ എന്ന സംവിധാനം. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്ത് നിസാഇന്റെ ആദ്യവചനത്തിൽ പടച്ചറപ്പ് പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, ഇത്തഖുല്ലാഹ്, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെയുള്ള രക്ഷിതാവാണ് അവൻ? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. അവിടെ നിർത്തിയില്ല, വഖലഖ മിൻഹാ സൗജഹാ, വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, എന്നിട്ട് ആ ഇണകളിൽ നിന്ന്, അവർ ഇരുവരിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിൽ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ആ സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്, സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തുള്ള സമസ്ത വർഗത്തിലേക്കും വസ്തുക്കളിലേക്കും നാം ഒന്ന് കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പഠനം അതുമായി അതിനോടൊന്ന് കേന്ദ്രീകരിച്ചാൽ തീർച്ചയായും നമുക്ക് വ്യക്തമാകുന്ന ഒരു വലിയ സത്യമാണ്, ഇണ എന്ന സംവിധാനം അത്യത്ഭുതകരമാണ്. വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനം ഒന്ന് മറിക്കും നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ വസ്തുക്കളിലും ഇണ എന്ന സംവിധാനം ഉണ്ടാക്കിയ റബ്ബ് എത്ര പരിശുദ്ധനാണ്. മിമ്മാ തുൻബിതുൽ അർള്, ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്നവയിലും, വമിൻ അൻഫുസിഹിം, നിങ്ങളുടെ സ്വദേഹങ്ങളിൽ, മാത്രമല്ല വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരു പിടി, ഒട്ടനവധി, ഇവയിലെല്ലാത്തിലും ഇണകളെ സംവിധാനിച്ച റബ്ബ് പരിശുദ്ധനായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദത്തെ നിങ്ങൾ ആംപ്ലിഫൈ ചെയ്ത് കേൾക്കുന്നതിൽ പിന്നിൽ എന്താണുള്ളത്? ഇണതത്വമാണുള്ളത്, ഇല്ലേ? അഥവാ നെഗറ്റീവ് പോസിറ്റീവ് എന്ന വൈദ്യുത ചാർജിന് കാരണമാകുന്ന ഇണകളുടെ സാന്നിധ്യം ദർശിക്കാൻ സാധിക്കും. കാറ്റാസ്വദിക്കാൻ നാം ഈ കറക്കുന്ന ഫാനിന് പിന്നിലും ഈണതത്വമാണുള്ളത്. കാന്തിക ലോകത്തെ, ഇല്ല, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന കാന്തിക ലോകത്തെ ഇണകളുടെ സാന്നിധ്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും. എന്ന് വേണ്ട പ്രിയമുള്ളവരെ, ഈ പദാർത്ഥ ലോകത്ത് അതിൻ്റെതായ ഏറ്റവും അടിസ്ഥാനമായ കോർക്കുകൾ, ആന്റി കോർക്കുകൾ, ഇവയിലെല്ലാം നമുക്ക് ഒരു ഇണ എന്ന തത്വത്തെ ദർശിക്കാൻ സാധിക്കുന്നു, അല്ലേ? എന്ന് വേണ്ട പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കളിലും
ഇണതത്വമാണുള്ളത്. സുബ്ഹാനല്ലദീ, അവനെ വാഴ്ത്തപ്പെടുന്നവനല്ലേ? തീർച്ചയായും സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ വസ്തുക്കളിലും ഇണകളെ സംവിധാനിച്ച റബ്ബ് പരിശുദ്ധനായിരിക്കും. അപ്പൊ ഇണ എന്ന മഹത്വരമായ ഒരു സംവിധാനം, ആണ് പെണ്ണ്, നെഗറ്റീവ് പോസിറ്റീവ്, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് തുടങ്ങി എല്ലാത്തിനും സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ ഒരു വ്യവസ്ഥത്തെ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തെ തെറ്റിക്കുന്ന രീതിയിൽ അതിൻ്റെതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള മധുരമായിട്ടുള്ള അനുഭൂതികളെ തകർത്തെറിയുന്ന രീതിയിൽ ചില നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിലേക്ക് ചില തൽപര കക്ഷികൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഈ ഒരു അനുഭൂതിക്ക് വേണ്ടിയാണ് പ്രളച്ചറബ് സൃഷ്ടാവ് ഇണകൾ എന്ന വ്യത്യസ്തമായിട്ടുള്ള ഘടനയോടെ തന്നെ സംവിധാനിച്ചത്. വെറുതെയല്ല. ഈ പറഞ്ഞ കാഴ്ചപ്പാടും സ്നേഹവും പരസ്പരമുള്ള ഇഷ്ടവുമെല്ലാം നിലനിൽക്കാൻ ആ രൂപത്തിന് തന്നെ മാറ്റം വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും മാറ്റം സംഭവിക്കും. അല്ലേ? എല്ലാം ഒരേ പോലെയാകുമോ? ഇല്ല, ഒരിക്കലുമില്ലല്ലോ. അങ്ങനെ ആയിത്തീർന്നാൽ പ്രശ്നമില്ലേ? ഒരു പുരുഷനെ സമീപിച്ചാൽ നാം എന്താ പറയുക? പ്രകൃതി വിരുദ്ധം. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമല്ലേ? അപ്പൊ സഹോദരങ്ങളെ, പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം? എന്താണ് പ്രശ്നം? പെണ്ണിനെ ആണായി വേഷം കെട്ടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഈ ഇണ എന്ന ബോധവും സങ്കല്പവുമെല്ലാം അത് ഇല്ലാതെയാവുകയാണ്. ഇത് നേട്ടമാർക്ക നേട്ടം. ഇവിടെ ചില ഒരു പ്രത്യേക തരം കാഴ്ചപ്പാടുകൾ, താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾക്കാണ്. അവരെ തിരിച്ചറിയണം സമൂഹം. അവിടെയാണ് ഉമ്മത്തിനും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പറ്റുന്ന ഒരു പരാജയം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാച് മനുഷ്യനെ കെണിയൊരുക്കി കാത്തിരിക്കുകയാണ്, അവനെ തറവിറ്റിക്കാൻ, അവനെ നാശത്തിലേക്ക് തള്ളിവിടാൻ. ഇല്ലേ? ആ പിശാച് എന്താണ് ചെയ്യുന്നത്? അവൻ വ്യാമോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാച് മനുഷ്യനെ ഒരു പ്രത്യേകതരം ആഗ്രഹങ്ങളൊക്കെ കൊടുത്ത്, ഒരു പ്രത്യേക വ്യാമോഹങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താണ് പിഴപ്പിക്കുകയാണ് ചെയ്യുന്നത്. വല ആ മുറന്നകും ഞാൻ അവരോട് കൽപ്പിച്ചാൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ തന്നെ വ്യതിയാനം വരുത്തുക. പിശാച് പറയാ, ഞാൻ അവരോട് കൽപ്പിക്കും. അപ്പൊ അവർ കൽപ്പിക്കും എന്ത് ചെയ്യുന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ സൃഷ്ടിപ്പിനെ തന്നെ അലങ്കോലപ്പെടുത്തും. അതല്ല ഇപ്പൊ വാദിക്കുന്നത്. ഈ വാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന തീർച്ചയായും ഇല്ലേ? വല്ലവനും അല്ലാഹുവിന് പുറമെ പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ സ്പഷ്ടമായ നിലയിൽ വഴിവിളച്ചു പോരും, നഷ്ടക്കാരികളിൽ പെട്ടുപോകും. അവൻ വ്യക്തമായ നഷ്ടക്കാരികളില്ല അകപ്പെടും. പിശാച് വാഗ്ദാനങ്ങൾ നൽകുകയാണ്, ചതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിശാച് ഇങ്ങനെ മനുഷ്യനെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് ചതിയിൽ പെടുത്തുകയാണ് ചെയ്യുന്നത്. പിശാച് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി അവരെ യഥാർത്ഥത്തിൽ മോഹിപ്പിക്കുകയും പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം വഞ്ചനകൾ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് തിരിച്ചറിയാനുള്ളൊരു ബോധം നമുക്ക് വേണ്ട. ഇല്ല. മനുഷ്യന്റെ സ്വൈര്യമായ സമാധാനപരമായ ജീവിതത്തെ താറുമാറാക്കുന്ന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതുവഴി എന്തുണ്ടാവും? എല്ലായിടത്തിലും നഷ്ടമാണ് ഉണ്ടാകുന്നത്, പരാജയമാണ് മനുഷ്യനുണ്ടാകുന്നത്.
മനുഷ്യന്റെ മനസ്സിൽ പിശാചിട്ട് തരുന്ന ബുദ്ധിയും ആഗ്രഹങ്ങളുമെല്ലാം വഞ്ചനകൾ മാത്രമാണ്. പ്രപഞ്ച സിദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അലംഘനീയ നിയമങ്ങൾ അത് മനുഷ്യവർഗത്തെ പഠിപ്പിച്ചു. അതിലൂടെ അവൻ കൃത്യമായി സഞ്ചരിക്കുമ്പോൾ അവന് സുരക്ഷിതത്വമുണ്ട്. പക്ഷേ അവൻ ഈ പറഞ്ഞ രീതിയിൽ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പിശാച് ഒരുക്കിയിട്ടുള്ള കെണിയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും ദുനിയാവിലും ആഖിറത്തിലും പരാജയമല്ലാതെ എവിടെയാണ് സഹോദരങ്ങളെ ഇത്തരം നിയമങ്ങളുള്ള നാടുകളിൽ സമാധാനമുള്ളത്? അത്തരം നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് സ്വതന്ത്രമായ സമാധാനത്തിന്റെ പാന്താവിലേക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ബുദ്ധിശാലികൾ ഒഴുകി വരിക. മടുത്തു അവർക്ക്. അല്ലെങ്കിൽ എവിടെ എത്തൂലല്ലോ. അപ്പോൾ ഈ രണ്ട് ജെൻഡറുകൾ ഒരേപോലെ വേണമെന്ന വാദം അത് ബാലിശമാണ്, ഒരിക്കലും അസാധ്യമാണ്. അത്തരം വാദങ്ങൾ മൂലം മനുഷ്യൻ ചെന്ന് ചേരുന്നത് തീരാ നഷ്ടത്തിലായിരിക്കും. പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളെ ചിന്തിക്കുക. ഉലൈക മഅവാഹും ജഹന്നം. അത്തരം ആളുകളുടെ സങ്കേതം നരകമായിരിക്കും. വലാ യജിദൂന അൻഹാ മഹീസ. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ ഓടി അകലാൻ ശ്രമിക്കുന്നവർ. പറ്റൂല എന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക. നമ്മളിനി എത്ര ശ്രമിച്ചാലും ഇത്തരം കാര്യങ്ങൾ രണ്ടിടത്തിൽ പരാജയമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നരകാഗ്നിയിൽ നിന്ന് നമ്മൾ ഓടി അകലാൻ ശ്രമിച്ചാലും അവർക്ക് ഒരിക്കലും ഒരിടവും കണ്ടെത്താൻ സാധിക്കൂല എന്നല്ല പറഞ്ഞത്. നമ്മൾ ബോധമണ്ഡലത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി അതിൻ്റെതായിട്ടുള്ള രീതി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം റബ്ബിന്റെ എല്ലാ നിയമങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ, തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നാം ഈ ഉയർന്നു കേൾക്കുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ ഏത് കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്? ദൈവനിഷേധമാകുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അത് യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ പറ്റില്ല. ചില ഫെമിനിസ്റ്റുകളും ലിബറിസ്റ്റുകളൊക്കെ അവരൊക്കെ പടച്ചുവിടുന്ന ചില വാദഗതികളാണ്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ, ഒരു നിയമത്തെയും അവർക്ക് പാലിക്കാനില്ലല്ലോ, പിന്നെ എന്തുമാവാം. പക്ഷെ നമുക്കിവിടെ ആശ്ചര്യകരമായിട്ട് തോന്നുന്നത് ഇതിനെയെല്ലാം സ്വാഗതം ചെയ്യുന്നത്, ആവേശപൂർവം ഇതിനെ ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്, ഇതിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കിയ സമൂഹത്തിൽ നിന്നുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ആളുകളാണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് അത്ഭുതം. എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ പെട്ടത് തന്നെയാണ് യഥാർത്ഥത്തിൽ
വിവാഹപ്രായത്തിന്റെ വർധനവ്. പെൺകുട്ടികൾക്ക് 18 വയസ്സ് എന്നത് 21 വയസ്സ് ആക്കണമെന്ന വാദവും അതിൽ നിന്നുടനെടുത്ത് തന്നെയാണ്. കാരണം ഇവിടെ നമുക്കറിയാലോ, വിവാഹേതര ബന്ധത്തിന് ആർക്കും തടസ്സമില്ല, സ്വാതന്ത്ര്യമുണ്ട്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും അവർക്ക് ഇഷ്ടമുള്ളവരുമായി ഇവിടെ ജീവിക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാടാണ് നമ്മുടേത്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടിഞ്ഞാറിന്റെ സംസ്കാരം അവർ വലിച്ചെറിയുന്നു യഥാർത്ഥത്തിൽ. കാരണം എന്തേ? പിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ അവിടങ്ങളെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന സംവിധാനം തകർന്ന് തനിപ്പടമായി പോകും. ഒരു അന്തസ്സും ആഭിജാത്യവും ഒരു അഭിമാനവും ഇല്ലല്ലോ അത്തരം ജീവിതത്തിൽ. ഇത്തരം ബന്ധങ്ങളിലൂടെ പിറക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വം ആരാണ് ഏറ്റെടുക്കുന്നത്? ഒന്ന് അത്ഭുതം നോക്കി നിങ്ങൾ. സ്വതന്ത്രമായ ഒരു അനുമതി ഇത്തരം പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും നൽകുന്നു. എന്നാൽ വിവാഹപ്രായം 18 പറ്റില്ല. അവിടെ ഒരുപാട് തടസ്സങ്ങൾ വരുന്നു. ഇങ്ങനെയായാൽ തടസ്സങ്ങളില്ല. പഠന തടസ്സം, ജോലി തടസ്സം, ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു തടസ്സമില്ല. മനസ്സിലായി? കാര്യം ഗൗരവമാണ് സഹോദരങ്ങൾ. അപ്പൊ ഇതിലൂടെയൊക്കെ അവർ വളർത്തിയെടുക്കാൻ ലക്ഷ്യം വെക്കുന്നത് ഇവരുടെ എല്ലാം ഉന്നമനം മനുഷ്യവർഗത്തിന്റെ ശരിയായിട്ടുള്ള ആ കുടുംബ മഹിമയെ തകർക്കുക എന്നതാണ്. എന്നിട്ടിങ്ങനെ തോന്നിയതുപോലെ തോന്നിവാസം പ്രവർത്തിച്ച് മനുഷ്യരിങ്ങനെ ഒഴുക്കി ജീവിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഒന്നും സംഭവിക്കില്ല. ഇവിടെയാണ് പ്രിയമുള്ളവരെ ചിന്തിക്കണം. 18 വയസ്സ് ഈ ഒരു വിവാഹപ്രായം, പെണ്ണിന്റെ വിവാഹപ്രായം എന്ന് പറയുമ്പോൾ ഇവിടെ 18 വയസ്സിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന നിയമമുണ്ടോ? നിർബന്ധമുണ്ടോ? ഇല്ല. 18-ലും 19-ലും 21-ലും 25-ലും 30-ലും ഒക്കെ വിവാഹം കഴിക്കുന്നില്ല. ആരാ തടസ്സം? ഒന്നുമില്ല. അങ്ങനെ വാദിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആവാം, ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പുരുഷവേഷം ധരിക്കണം സ്ത്രീകൾ എന്ന് വാദിക്കുന്ന പുതുക്കെ 260 കുട്ടികളുള്ള സ്ഥാപനത്തിനാണ് തുടക്കം. അതിൽ 200 പെൺകുട്ടികളാണ്, 60ഓളം ആൺകുട്ടികളെ ഉള്ളു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനം മാറ്റേണ്ടതല്ലേ? എങ്ങനെ മാറ്റണം? ഈ 60 ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികൾ ധരിക്കണമെന്ന് വാദിക്കുന്നതിന് പകരം പെൺകുട്ടികൾ, ഈ 200 പെൺകുട്ടികളുടെ വേഷം ആൺകുട്ടികൾ ധരിക്കണം എന്നാക്കിക്കൂടെ? എന്താ പ്രശ്നം? ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ ആർക്ക് വേണമെങ്കിലും അവരുടേതായ ഇഷ്ടത്തിനുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ പെൺകുട്ടികൾ ജീൻസ് പാന്റും ഷോർട്ട് ടീഷർട്ടുകളും ധരിക്കുന്നില്ലേ? ഉണ്ട്. ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? ഇല്ല. മുസ്ലിം പെൺകുട്ടികളെല്ലാം ഇപ്പൊ നല്ലോണം രക്ഷിതാക്കൾ കൊണ്ടുനടക്കുക അത്തരം വേഷം ധരിച്ചിട്ട്. ഇവിടെ ആർക്കാ പ്രശ്നം? ആരാ ചോദ്യം ചെയ്യുന്നത്? ഇല്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം നിർബന്ധമാക്കണം? അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കരുതിയിരിക്കുക, ഇതെല്ലാം നാശത്തിലേക്കാണ്. നാശത്തിലേക്ക് നമ്മുടെ സന്താനങ്ങളെ ബോധവൽക്കരിക്കുക, നമ്മുടെ കുട്ടികളെ നാമും ബോധവാന്മാരാവുക, അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വിഭാഗത്തിൽ നമ്മുടെ സന്താനങ്ങൾ ഇനി നമ്മളായാലും പെട്ടുപോകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ആര്? മുത്തശബ്ബിഹാത്തി ബിർരിജാൽ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീനെയും അതുപോലെ തന്നെ മുത്തശബ്ബിഹാത്തി ബിർരിജാലി വന്നിസാ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളെയും വൽ മുത്തശബ്ബിഹീന ബിന്നിസാഇ ബിർരിജാൽ, സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരെയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു.
അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശാപത്തിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ ആ അടിച്ചേൽപ്പികളിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കാടത്തം നിറഞ്ഞ നിയമങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടുക, അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പരിശ്രമിക്കുക ഒറ്റക്കെട്ടായി. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ യഥാർത്ഥമായിട്ടുള്ള നിയമനിർദ്ദേശങ്ങളെ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സർവവിധ ഇരുട്ടിന്റെ ശക്തികളുടെ കെണികളിൽ നിന്നും നമ്മയെയും നമ്മുടെ സന്താനങ്ങളെയും ഈ സമുദായത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, ശമനം നൽകണേ. അള്ളാഹു ശമനം നൽകണേ. മാനസികവും ശാരീരികവുമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ, അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ദുനിയാവിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നു. ഇന്ന് വിളിക്കുത്തരം നൽകി അള്ളാഹുവെ, നീ അവർക്ക് മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ റഹ്മാനായ റബ്ബേ, സന്താന ഭാഗ്യം ഇതുവരെ ഇല്ലാതെ നൊമ്പരപ്പെടുന്നവർ, വേദനിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ. അള്ളാഹുവെ, സ്വാലിഹായ സന്താനങ്ങൾ നൽകി നീ അവർക്ക് കൺകുളിമ പ്രദാനം ചെയ്യുന്ന റബ്ബേ. അള്ളാഹുവെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളാൽ വേദനിക്കുന്നവരുണ്ട് റബ്ബേ. കടബാധ്യതകൾ പേറിയവർ, അള്ളാഹുവെ, കടങ്ങളെല്ലാം വിട്ടാനുള്ള ഖൈറും ഹലാലുമായ മാർഗത്തെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.